ബാങ്കോ എ.ടി.എമ്മോ ഗൂഗിൾ പേയോ ഇല്ലാതിരുന്ന പണ്ടുകാലത്ത് ആളുകൾ എങ്ങനെയാണ് വലിയ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അക്കാലത്തെ പണമിടപാടുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അന്ന് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒരു വലിയ പാത്രം നെല്ല് നൽകി പകരം മീനോ തുണിയോ വാങ്ങുന്ന ലളിതമായ രീതി. എന്നാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത് കന്നുകാലികളായിരുന്നു. പശുക്കളും കാളകളുമായിരുന്നു അക്കാലത്തെ യഥാർത്ഥ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ. ഒരു കുടുംബത്തിന് എത്ര പശുക്കളുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ സാമ്പത്തിക ഭദ്രത അളന്നിരുന്നത്. ഇനി മക്കളുടെ കല്യാണമോ വീട് പണിയോ പോലെ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ അവരെന്തു ചെയ്യും? വളരെ ലളിതം. തങ്ങൾ വളർത്തുന്ന ഒരു പശുവിനെ വിറ്റാൽ അന്നത്തെ കാലത്തെ വലിയൊരു തുക അവർക്ക് ലഭിക്കുമായിരുന്നു. ഇതുകൂടാതെ സമ്പാദ്യമായി സ്വർണവും കൃഷിഭൂമിയുമാണ് ആളുകൾ കരുതി വച്ചിരുന്നത്. കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ സ്വർണം മൺപാത്രങ്ങളിൽ നിറച്ച് മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയും അന്ന് പതിവായിരുന്നു. പഴയ കാലത്തെ ഇത്തരം രസകരമായ അറിവുകൾക്കായി വാസു അണ്ണൻ മീഡിയ ഇപ്പോൾ തന്നെ